Hey Siri. Everything you want to know about Apple. Hi everyone, this is Evin Say from Evika. അങ്ങനെ നമ്മുടെ WatchOS 9 ഇപ്പോൾ ഒഫീഷ്യലി റിലീസ് ആയിട്ടുണ്ട്. ഈ ഒരു അപ്ഡേഷൻ എല്ലാ ആപ്പിൾ വാച്ച് സീരീസ് 4 മുതൽ ഈ ഇറങ്ങിയിരിക്കുന്ന ആപ്പിൾ വാച്ച് സീരീസ് 8ഉം അൾട്രയും സെക്കൻഡ് ജനറേഷൻ SE വരെയുള്ള എല്ലാ ഡിവൈസുകൾക്കും നമുക്ക് ഈ പറയുന്ന WatchOS 9 ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ടാവും. ഈ ഒരു പെർട്ടിക്കുലർ അപ്ഡേഷൻ നമുക്ക് വന്നിരിക്കുന്നത് 1.7 GB വാച്ച് സീരീസ് 4ൽ നമുക്ക് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആപ്പിൾ നമുക്ക് iOS 16 റിലീസ് ചെയ്യുന്നുണ്ട്. സർപ്രൈസിംഗ്ലി iOS 15.7 നമ്മുടെ iPhone 6s മുതൽ 7+ വരെയുള്ള എല്ലാ ഡിവൈസുകൾക്കും 15.7 എന്ന് പറഞ്ഞ OSും പിന്നെ tvOS 16ഉം macOS 12.6 മോൺട്രയും പിന്നെ അവസാനമായി HomePodOS 16ഉം റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ WatchOSൻ്റെ വിശേഷങ്ങൾ പറയുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് വരുന്ന ഓരോ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു WatchOSൻ്റെ വാച്ച് ഫേസിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് നമുക്ക് നമ്മുടെ ആപ്പിൾ വാച്ചിൻ്റെ ആപ്ലിക്കേഷൻ ഒന്ന് ജസ്റ്റ് എടുക്കാം. ആപ്ലിക്കേഷൻ എടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു കാര്യത്തിൽ എല്ലാ പുതിയ ഓപ്ഷൻസും വന്നിട്ടുണ്ടാവും. നമ്മുടെ ഈ പറയുന്ന ഫേസ് ഗാലറി എന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. ഫേസ് ഗാലറി എടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ഇപ്പോൾ ന്യൂ വാച്ച് ഫേസ് എന്ന ഓപ്ഷനിൽ ഒരു മെട്രോപൊളിറ്റൻ, ഒരു ലൂണാർ, ഒരു പ്ലേ ടൈം, ആസ്ട്രോണമി, പോർട്രേറ്റ്സ്, മോഡുലർ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ വാച്ച് ഫേസ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇപ്പോൾ തന്നെ പറയാം. അതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ ആപ്പിൾ വാച്ച് യൂസേഴ്സിന് ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്നത്, അതായത് നോർമൽ ആപ്പിൾ വാച്ച് യൂസ് ചെയ്യുന്നത്, അതായത് നമ്മുടെ ഈ പറയുന്ന നൈക്കി എഡിഷനോ അല്ലെങ്കിൽ ഹെർമെസ് എഡിഷനോ യൂസ് ചെയ്യാത്ത ആപ്പിൾ വാച്ച് യൂസേഴ്സിനും ഒരു സന്തോഷ വാർത്തയുണ്ട്. അതായത് നമ്മുടെ ഈ പറയുന്ന WatchOS 9ൽ നമുക്ക് നൈക്കിയുടെ എഡിഷൻ വാച്ച് ഫേസും ഫ്രീ ആയിട്ട് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ താഴത്തേക്ക് പോകുമ്പോൾ നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും നൈക്കി അനലോഗ്, നൈക്കി ബൗൺസ്, നൈക്കി കോമ്പാക്ട്, നൈക്കി ഡിജിറ്റൽ, നൈക്കി ഹൈബ്രിഡ് എന്ന് പറഞ്ഞ നൈക്കിയുടെയും പുതിയ വാച്ച് ഫേസ് നമുക്കിപ്പോൾ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ഈ ഒരു അപ്ഡേഷനിൽ നമുക്ക് ഈ പറഞ്ഞ പുതിയ കുറേ വാച്ച് ഫേസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ വാച്ച് ഫേസിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ മെട്രോപൊളിറ്റൻ എന്ന വാച്ച് ഫേസിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റൈൽ, ഏകദേശം 4 സ്റ്റൈലിൽ നമുക്ക് ഈ ഒരു വാച്ച് ഫേസ് അവൈലബിൾ ആണ്. അതേപോലെ താഴത്തേക്ക് പോകുമ്പോൾ നമുക്ക് ആ ഒരു വാച്ച് ഫേസിലെ ഡയലിലും നമുക്ക് ഏകദേശം 5 സ്റ്റൈല് അവൈലബിൾ ആണ്. പിന്നീട് നമ്മുടെ ലൂണാർ എന്ന ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ ലൂണാറിലും നമുക്ക് നമ്മുടെ കളറിൻ്റെ കോൺട്രാസ്റ്റും ഇൻറ്റൻസിറ്റിയും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് ഡിജിറ്റൽ ആക്കാനുള്ള ഒരു ഓപ്ഷനും ഈ ഒരു ലൂണാർ എന്ന് പറഞ്ഞ വാച്ച് ഫേസിലുണ്ട്. പിന്നീട് നമ്മുടെ പ്ലേ ടൈം എന്ന് പറഞ്ഞാൽ ഈ ഒരു വാച്ച് ഫേസിൽ സിമ്പിളായിട്ട് 2 വാച്ച് ഫേസിൻ്റെ മോഡൽ വന്നിട്ടുള്ളൂ. ഒരെണ്ണം നമുക്ക് ഈ പറയുന്ന ആ ഒരു പാർട്ടി മോഡിൻ്റെ ആ ഒരു വാച്ച് ഫേസും പിന്നീട് ആ ഒരു മോഡ്, അതായത് നമുക്ക് ആ കാണുന്ന സ്പ്രിങ്കിൾസ് ഒന്നുമില്ലാത്ത ആ ഒരു വാച്ച് ഫേസും. പിന്നീട് നമ്മുടെ ആസ്ട്രോണമി എന്ന് പറഞ്ഞാൽ ആ ഒരു വാച്ച് ഫേസിൽ നമുക്ക് കുറച്ചും കൂടെ പുതിയതായിട്ടുള്ള ഒരു ആനിമേഷൻ ഈ ഒരു വാച്ച് ഫേസിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാകും. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. നമുക്ക് അതിനുശേഷം നമുക്ക് നോക്കാവുന്നതാണ് ഡീറ്റെയിൽ ആയിട്ട്. പിന്നെ വരുന്നതാണ് നമ്മുടെ മോഡുലർ എന്ന് പറയുന്നത്. ഒരു മോഡുലർ എന്ന് പറഞ്ഞാൽ ഈ ഒരു വാച്ച് ഫേസിൽ ഡിഫറെൻറ്റ് കളേഴ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഒരു മോഡുലാറിൻ്റെ കളർ നമുക്ക് ഓഫ് ചെയ്യാനും അതേപോലെ നമുക്ക് പറ്റുന്നതാണ്. പിന്നീട് നമുക്ക് ഈ പറഞ്ഞ പോലെ നേരത്തെയുള്ള ആ ഒരു കോംപ്ലിക്കേഷൻസ് നമുക്ക് ആഡ് ചെയ്യാനും പറ്റുന്നതാണ്. ഇനി നമ്മുടെ വാച്ചിലേക്ക് നമുക്ക് നോക്കാം. വാച്ചിലേക്ക് നോക്കുമ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ പറയുന്ന വാച്ച് ഫേസിൽ വന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ആസ്ട്രോണമിയിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും നമ്മുടെ ഈ ഒരു വാച്ചിൽ നമ്മുടെ ഡിജിറ്റൽ ക്രൗൺ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഡിജിറ്റൽ ക്രൗൺ നമ്മൾ ഓടിക്കുമ്പോൾ നമുക്ക് ഈ ഒരു വാച്ചിൽ നമ്മുടെ ഈ ഒരു ആസ്ട്രോണമിയിൽ കറക്റ്റായിട്ടുള്ള സമയം പോകുന്നതും അതേപോലെ ആ ഒരു സൂര്യൻ്റെ ആ ഒരു പ്രകാശം പോകുന്നതും നമുക്കിവിടെ കാണാൻ പറ്റും. ആ ഒരു സൂര്യൻ നമ്മുടെ ഈ പറഞ്ഞ ലോകത്തിൻ്റെ, അതായത് ഭൂമിയുടെ ചുറ്റുന്നതും നമുക്കിവിടെ കറക്റ്റായിട്ട് കാണാൻ പറ്റും. അത് നമ്മുടെ ഈ ഒരു വാച്ച് ഫേസിൽ ആസ്ട്രോണമിയിൽ വന്ന ഒരു അടിപൊളി മാറ്റമാണ്. പിന്നീട് നമ്മുടെ നൈക്കി എഡിഷൻ വാച്ച് ഫേസിലും നമുക്ക് ഈ പറഞ്ഞ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത മാറ്റം വന്നെങ്കിൽ നമ്മുടെ ഫോക്കസ് മോഡിലാണ്.
ഫോക്കസ് മോഡിൽ എങ്ങനെയാണ് മാറ്റം എന്ന് വെച്ചാൽ നമ്മൾ നേരെ ഒരു ഫോക്കസ് മോഡ് ഓൺ ചെയ്യും. ഇപ്പോൾ ഞാനിവിടെ സ്ലീപ്പ് എന്ന് പറഞ്ഞ ഫോക്കസ് മോഡ് ഓൺ ചെയ്തു. അതിനുശേഷം ഞാൻ എൻ്റെ വാച്ച് സ്ലീപ്പിലേക്ക് വെച്ചു. ഇനി എൻ്റെ വാച്ച് നമ്മൾ ഓൺ ചെയ്യാൻ നേരം നമുക്ക് ഇങ്ങനൊരു ഓപ്ഷൻ കാണാം. നമുക്ക് നേരത്തെ അറിയാം. പക്ഷേ WatchOS 8 നമുക്ക് ഈ ഒരു ഡിജിറ്റൽ ക്രൗൺ നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്യുമ്പോഴായിരുന്നു ആ ഒരു ഫോക്കസ് മോഡിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മൾ ജസ്റ്റ് ഞെക്കുമ്പോൾ പ്രസ് ആൻഡ് ഹോൾഡ് ക്രൗൺ ടു അൺലോക്ക് എന്ന് പറഞ്ഞു വരും. അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ആൻഡ് ഹോൾഡ്, അതായത് ജസ്റ്റ് ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കീപ്പ് ഹോൾഡിംഗ് എന്ന് പറയുന്നുണ്ട്, നമ്മൾ അൺലോക്ക് ആവും. ഇങ്ങനെയാണ് നമ്മുടെ WatchOS 9 ഫോക്കസ് മോഡ് നമ്മൾ അൺലോക്ക് ചെയ്യുന്നത്. നമ്മൾ വാച്ച് ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മൾ അൺലോക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനെ നമ്മൾ ഡിജിറ്റൽ ക്രൗൺ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വേണം നമ്മുടെ ആ ഒരു ഫോക്കസ് മോഡ് നമുക്ക് മാറ്റാനായിട്ട്. അടുത്ത വന്ന മാറ്റം നമ്മുടെ മെഡിക്കേഷനിലാണ്. മെഡിക്കേഷൻ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നമ്മുടെ ഈ ഒരു WatchOS 9 ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മുടെ iOS 16 ആ ഒരു അപ്ഡേഷൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, മെഡിക്കേഷൻ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നമുക്ക് കുറേ അധികം ബെനിഫിറ്റ്സ് തരുന്നുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു ആൻറ്റിബയോട്ടിക്സോ അല്ലെങ്കിൽ ഒരു പീരിയഡ് ഓഫ് ടൈം കഴിക്കുന്ന മെഡിസിൻസ് നമുക്ക് ഈ ഒരു വാച്ചിൽ നമ്മൾ ആഡ് ചെയ്തിട്ടാൽ കറക്റ്റ് ടൈമിൽ നമുക്ക് റിമൈൻഡർ കിട്ടുന്നതാണ്. അതിൻ്റെ ഡോസും കാര്യങ്ങളും എല്ലാം നമുക്ക് ഒരു പ്രിസ്ക്രിപ്ഷൻ പോലെ നമ്മുടെ വാച്ചിലും നമ്മുടെ ഐഫോണിലും നമുക്ക് സേവ് ചെയ്താൻ പറ്റുന്നതാണ്. പിന്നീട് അടുത്ത് വന്ന മാറ്റം നമ്മുടെ ചാർജിങ്ങിലാണ്. ചാർജിങ്ങിൽ വന്ന മാറ്റം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ നമ്മുടെ ചാർജർ ഇപ്പോൾ ഫിക്സ് ചെയ്ത് കാണിച്ചുതരാം. നമ്മളിപ്പോൾ നമ്മുടെ വാച്ച് ചാർജ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാച്ചിൽ നമ്മുടെ ഈ ഒരു ചാർജ് ബട്ടണിൽ, അതായത് നമ്മുടെ ഈ കാണുന്ന ചാർജിങ് സ്റ്റാറ്റസ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും 40% നമുക്കിവിടെ കാണാം. ചാർജിങ് ടു ഫുൾ എന്ന് പറഞ്ഞു നമുക്ക് ഇപ്പോൾ ഒരു ചെറിയ ആനിമേഷൻ വരുന്നുണ്ട്. ഈ ഒരു ആനിമേഷനും ഈ ഒരു വാച്ചിൽ നമുക്ക് കൂടുതൽ നമ്മുടെ വാച്ചിൻ്റെ ചാർജിങ് പാറ്റേൺ അല്ലെങ്കിൽ ചാർജിൻ്റെ ടൈമും അറിയാനായിട്ട് കുറച്ച് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കുഞ്ഞൊരു അപ്ഡേറ്റ് ആണ്. പിന്നീട് നമുക്ക് വന്നിരിക്കുന്നത് നമ്മുടെ സൈക്കിൾ ട്രാക്കിങ്ങിലാണ്. സൈക്കിൾ ട്രാക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗേൾസ് നമ്മുടെ ആപ്പിൾ വാച്ച് യൂസ് ചെയ്യുമ്പോൾ ഗേൾസിനും വുമണിനും ഏറ്റവും ബെനഫിഷ്യലായിട്ട് വരുന്നതാണ് നമ്മുടെ സൈക്കിൾ ട്രാക്കിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു സൈക്കിൾ ട്രാക്കിംഗ് ആപ്പിൽ നമ്മുടെ ഗേൾസിന് ഇറഗുലർ പീരിയഡ്സും അതേപോലെ കുറേ കാര്യങ്ങളും ഇപ്പോൾ ആപ്പിൾ വാച്ചിൽ നമ്മുടെ ഈ ഒരു WatchOS 9 ട്രാക്ക് ചെയ്യുകയും ആ ഒരു ഇറഗുലർ പീരിയഡ്സിൻ്റെ ടൈമും അതേപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു സൈക്കിൾ ട്രാക്കിങ്ങിൽ അവർക്ക് കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ടും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടും അവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നീട് നമ്മുടെ എല്ലാവരും കാത്തിരുന്ന വർക്കൗട്ട് ആപ്പിലും നമുക്ക് നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. വർക്കൗട്ട് ആപ്പിൽ നമ്മൾ മാറ്റം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാനൊരു വർക്കൗട്ട് ഇപ്പോൾ ജസ്റ്റ് എടുക്കാം. വർക്കൗട്ട് എടുത്തതിന് ശേഷം നമുക്ക് കാർഡിയോ ഇൻറ്റൻസീവായ വർക്കൗട്ട് പോലും എടുക്കാം. ഇപ്പോൾ കാർഡിയോ ഇൻറ്റൻസീവായ വർക്കൗട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് നേരെ ഇപ്പോൾ ഔട്ട്ഡോർ ആണ്, സൈക്ലിംഗ് എടുക്കാം. ഔട്ട്ഡോർ സൈക്ലിംഗ് നമ്മളെടുത്തു. സൈക്ലിംഗ് എടുത്തതിന് ശേഷം നമുക്കിപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും നമ്മുടെ ഈ ഒരു വർക്കൗട്ടിൽ നമുക്കിപ്പോൾ കാണാൻ പറ്റും. നമ്മുടെ വർക്കൗട്ടിൽ നമുക്ക് ഈ പറയുന്ന ആവശ്യമുള്ള കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വർക്കൗട്ട് പോസ് എന്ന്. അതായത് നമ്മുടെ വർക്കൗട്ട് പോസ് ആകാൻ കാരണം എൻ്റെ വാച്ച് കയ്യിലല്ല കെട്ടിയിരുന്നത്, ഞാൻ പുറത്താണ് വാച്ച് പിടിച്ചിരുന്നത്. അപ്പോൾ കുറച്ചും കൂടെ പ്രിസൈസ് ആയിട്ട് നമ്മുടെ ഈ ഒരു വർക്കൗട്ട് നമ്മുടെ ആപ്പിൾ വാച്ച് ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ ഡിജിറ്റൽ ക്രൗൺ ജസ്റ്റ് നമ്മൾ താഴത്തേക്ക് കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന ഹാർട്ടിൻ്റെ സോണുകൾ, അതായത് ഹാർട്ട് ബീറ്റിൻ്റെ സോണുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഓരോ 1, 2, 3 എന്ന് പറഞ്ഞ പല സോണിലായിട്ടായിരിക്കും ഒരു വാച്ചിൽ നമ്മുടെ ഹാർട്ട് ബീറ്റിൻ്റെ ആ ഒരു റിതം നമുക്ക് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു വർക്കൗട്ട് പോസ് ആയതുകൊണ്ടാണ് എനിക്ക് ആ ഒരു സോൺ കറക്റ്റായിട്ട് കാണിച്ചു തരാൻ പറ്റാത്തത്. നമ്മൾ താഴത്തേക്ക് പോകുമ്പോൾ നമുക്കിവിടെ കറക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു ആക്ടിവിറ്റി റിങ് നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഒരു ആക്ടിവിറ്റി റിങ്ങും ഫിറ്റ്നസ്സും നമ്മുടെ iOS 16 യൂസേഴ്സിന് ഫ്രീ ആയിട്ട് ലഭിക്കുന്ന കാര്യം ഞാൻ എന്തായാലും നിങ്ങളെ ഈ ഒരു സാഹചര്യത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ WatchOS 9 വർക്കൗട്ടിൽ വന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. പിന്നീട് നമ്മുടെ സിറിയിലും നമുക്ക് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ WatchOS 8 നമ്മുടെ ഈ ഒരു ഫുൾ സ്ക്രീൻ നമ്മുടെ സിറി ആ ഒരു സ്ഥലം ഫുള്ള് അക്കോമഡേറ്റ് ചെയ്യായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ സിറി ആ ഫുൾ സ്പേസ് അക്കോമഡേറ്റ് ചെയ്യില്ല. ഞാൻ കാണിച്ചു തരാം അതിനൊരു എക്സാമ്പിൾ. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാം. ഹേയ് സിറി, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഈ ഒരു വാച്ചിൻ്റെ ചെറിയൊരു സ്ഥലം മാത്രമാണ് നമ്മുടെ വാച്ച് ഫേസിൽ നമ്മുടെ സിറി അക്കോമഡേറ്റ് ചെയ്യുന്നത്. ബാക്കി സ്ഥലം ഫുള്ള് നമുക്ക് ഒരു ചെറിയ ട്രാൻസ്പെറൻറ്റ് മോഡിൽ കാണാൻ പറ്റുന്ന ആ ഒരു സിറിയുടെ അപ്ഡേറ്റ് നമ്മുടെ WatchOS 9 വന്നിട്ടുണ്ട്. പിന്നീട് നമ്മുടെ കൺട്രോൾ സെൻറ്ററിലേക്ക് നോക്കുമ്പോഴും നമുക്ക് ചെറിയൊരു മാറ്റം നമ്മുടെ കൺട്രോൾ സെൻറ്ററിലും വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ കൺട്രോൾ സെൻറ്ററിൽ ഇപ്പോൾ നമ്മൾ താഴത്തേക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ചധികം പുതിയ ഒരു ഓപ്ഷൻസ്
ഇവിടെ കാണാൻ പറ്റും ഒരു ആക്സസിബിലിറ്റിയുടെ ചിഹ്നം കാണുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഈ ഒരു ഡിവൈസിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോൺ സൈസും അല്ലെങ്കിൽ ഫോൺ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഫോണ്ട് വലുതാക്കണമെങ്കിലും അതേപോലെ ചെറുതാക്കണമെങ്കിലും നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് നമ്മുടെ ഈ ഒരു കൺട്രോൾ സെൻറ്ററിൽ നിന്ന് നമുക്കത് മാറ്റാനും പറ്റും. നമ്മുടെ ആക്സസിബിലിറ്റി എടുക്കുകയാണെങ്കിൽ ഓരോ വാച്ചുകൾക്കനുസരിച്ചുള്ള ആ ഒരു ആക്സസിബിലിറ്റീസ് ഇവിടെ നമുക്ക് ലിസ്റ്റ് ചെയ്യാനും പറ്റുന്നതാണ്. അങ്ങനെ ഒരു മാറ്റവും നമ്മുടെ ഈ ഒരു കൺട്രോൾ സെൻറ്ററിൽ വന്നിട്ടുണ്ട്. പിന്നീട് നമ്മുടെ ഈ ഒരു ആപ്പിൾ വാച്ചിൻ്റെ ഈ ഒരു 8 സീരീസ് ഇറങ്ങിയപ്പോൾ നമുക്ക് വന്ന ഒരു കാര്യമാണ് ലോ പവർ മോഡ് എന്ന ഓപ്ഷൻ. ആ ലോ പവർ മോഡ് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഈ ഒരു ബാറ്ററി സ്റ്റാറ്റസിൽ ടാപ്പ് ചെയ്യുക. ഇപ്പോൾ നമുക്കിവിടെ ലോ പവർ മോഡ് എന്ന ഓപ്ഷൻ ഉണ്ടാകും. നമ്മൾ ജസ്റ്റ് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും ലോ പവർ മോഡ് സേവ് ബാറ്ററി ലൈഫ് ബൈ ലിമിറ്റിംഗ് ദ സെൻസേഴ്സ് ആസ് വെൽ ആസ് ദ വൈഫൈ കണക്ഷൻ ഓഫ് യുവർ ആപ്പിൾ വാച്ച്. നമ്മുടെ പല ആക്ടിവിറ്റീസും ഈ ഒരു ആപ്പിൾ വാച്ചിൽ ഒരു കട്ട് ചെയ്യും. നമ്മുടെ ഈ ഒരു വാച്ചിൽ നമുക്ക് കൂടുതൽ ബാറ്ററി ബാക്കപ്പ് കിട്ടാനായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ടേൺ ഓൺ ചെയ്യുക. ടേൺ ഓൺ ചെയ്യുമ്പോൾ നമ്മുടെ ബാറ്ററിയുടെ ആ ഒരു ഐക്കൺ മാറിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ ചെറിയൊരു ലോഗോ ഇപ്പോൾ നമ്മുടെ ഈ ഒരു ലോ പവർ മോഡിന് വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെയും നമുക്ക് ആ ഒരു ചെറിയ ലോ പവർ മോഡിൻ്റെ ചിഹ്നം നമുക്കിപ്പോൾ കറക്റ്റായിട്ട് കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഈ ഒരു ലോ പവർ മോഡിൽ ചാർജ് ചെയ്യുകയാണെങ്കിൽ അതിലും ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ നമ്മുടെ ഈ ഒരു ചാർജർ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ചാർജിങ്ങിൻ്റെ ആ ഒരു പാറ്റേണിലും നമുക്കൊരു മാറ്റം വന്നിട്ടുണ്ട്. ഒരു യെല്ലോ ടോണിലാണ് ഈ പറഞ്ഞ ഫുൾ ബാറ്ററി ചാർജിങ്ങിൻ്റെ സ്റ്റാറ്റസും മാറിയിരിക്കുന്നത്. പിന്നീട് പറയുന്ന ഒരു മാറ്റമാണ് നമുക്ക് ഈ പറയുന്ന ആക്സസിബിലിറ്റിയിൽ വരുന്നത്. അതായത് എൻ്റെ ഈ വാച്ച് കൊണ്ട് എൻ്റെ ഐഫോൺ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിന് നേരെ നമ്മൾ സെറ്റിങ്സിലേക്ക് പോവാം. അവിടെ സെറ്റിങ്സ് പോയി കഴിഞ്ഞ ശേഷം നമ്മൾ ആക്സസിബിലിറ്റി എന്ന ഓപ്ഷനിലേക്ക് പോവാം. ഈ ആക്സസിബിലിറ്റി എടുത്തതിന് ശേഷം നമ്മൾ താഴത്തേക്ക് പോകാൻ നേരം നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് കുറച്ച് താഴത്തേക്ക് പോവാം. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും കൺട്രോൾ നിയർ ബൈ ഡിവൈസ് എന്ന്. ഇപ്പോൾ എബിൻസ് ഐഫോൺ 11 എന്ന് കാണാം. അത് ടാപ്പ് ചെയ്തതിനാൽ എൻ്റെ ഐഫോണിൽ കണക്റ്റഡ് എന്നൊരു ഓപ്ഷൻ വരും. ഞാൻ എൻ്റെ ഈ വാച്ചിൽ കമാൻഡ് ചെയ്യുന്ന പോലെ എൻ്റെ ഫോണിലും മാറും. ഇപ്പോൾ ഞാനിവിടെ ഹോം ബട്ടൺ ടാപ്പ് ചെയ്യണം. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ കണ്ട പോലെ എൻ്റെ വാച്ചിലാണ് ഞാൻ ഈ ഒരു ഫോൺ കൺട്രോൾ ചെയ്തത്. ഇനി എനിക്ക് റീസെൻറ്റ് ടാപ്സ് എടുക്കണമെങ്കിൽ ഞാൻ റീസെൻറ്റ് ടാപ്സ് എടുത്തു. ഞാൻ ഹോമിലേക്ക് പോയി. ഇനി എനിക്ക് നോട്ടിഫിക്കേഷൻ കാണണമെങ്കിൽ ഞാൻ നോട്ടിഫിക്കേഷൻ പ്രസ് ചെയ്തു. ഞാൻ ഹോമിലേക്ക് പോയി. പിന്നെ എനിക്ക് കൺട്രോൾ സെൻറ്റർ എടുക്കണം. കൺട്രോൾ സെൻറ്റർ എടുത്തു. കൺട്രോൾ സെൻറ്റർ വന്നു. അപ്പോൾ ഇതേപോലെ നമ്മുടെ ആപ്പിൾ വാച്ച് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ നിയർ ബൈ ആയിട്ടുള്ള ഡിവൈസുകൾ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനും ഈ ഒരു WatchOS 9ൽ നമുക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു റിഫൈൻഡ് ആയ ഒരു നോട്ടിഫിക്കേഷൻസും ഈ പറഞ്ഞ WatchOS 9ൽ വരുന്നുണ്ട്. നമ്മുടെ ഈ ഒരു WatchOS 9ൽ നമുക്ക് നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിട്ട്, അതായത് കുറച്ചും കൂടെ കാറ്റഗറൈസ് ചെയ്താണ് നമ്മുടെ ഈ ഒരു വാച്ചിൽ നമുക്ക് നോട്ടിഫിക്കേഷൻസ് വരുന്നത്. ഇപ്പോൾ എനിക്ക് ആ നോട്ടിഫിക്കേഷൻസ് കാണിക്കാൻ പറ്റാത്തത് കറക്റ്റായിട്ട് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ കഷ്ടകാലത്തിന് വരാത്തതുകൊണ്ട് എനിക്ക് ആ നോട്ടിഫിക്കേഷൻസും കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റാത്ത. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ WatchOS 9ൽ ഏറ്റവും അടിപൊളിയായിട്ട് പുതിയതായിട്ട് വന്ന മാറ്റങ്ങൾ. അപ്പോൾ ഇനിയും കുറേ മാറ്റങ്ങളുണ്ട്. ആ ഒരു മാറ്റങ്ങൾ നമ്മൾ എന്തായാലും കുറച്ചധികം വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുള്ളാണെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളെന്തായാലും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന ഓരോ പുതിയ വീഡിയോസും ഒരു നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഡിവൈസിൽ വരികയും നിങ്ങളത് മറന്നു പോവാതെ കാണുകയും ചെയ്യും. അതോടൊപ്പം നിങ്ങളെ എല്ലാവരെയും ഞാൻ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് വരുന്ന ഓരോ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. അതല്ല, നിങ്ങൾക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴിയും അപ്ഡേഷൻസും കാര്യങ്ങളും അറിയെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും ഞാൻ തൊട്ട് താഴത്ത് കൊടുക്കുന്നുണ്ട്. Go follow me in Instagram too. And thank you so much for watching this whole video. This is Relaesed signing from Evika.